കഥ എനിക്കിപ്പം പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. എന്താ പറയുക, പറയാൻ ഒന്നുമില്ല. കൊള്ളില്ലായിരുന്നു, വലുതായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തവരൊന്നും ഉണ്ടായില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആ ഒരു ബോറടി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഫുള്ള് അവസാനമൊക്കെ സ്പോയിലറായി പോകും. എന്നാലും ഞാൻ പറയാണ്, അവസാനമൊക്കെ നമുക്ക് സെറ്റാണ്. നല്ല പടമാണ്, കൊള്ളാം. പെർഫോമൻസ് തന്നെയാണ് മമ്മൂട്ടിയുടെ, നല്ല പെർഫോമൻസാണ്, കൊള്ളാം. മൊത്തത്തിൽ കൊള്ളാം. പ്രത്യേകിച്ച് ആ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ പിന്നെ അതൊന്നും അറിയത്തില്ല, കണ്ടു. ചേട്ടാ സ്റ്റാർട്ടിങ് ഒരു 30 മിനിറ്റ് ഒരു ലാഗുണ്ട്, അത് കഴിഞ്ഞാൽ പടം അങ്ങ് കയറുകയാണ് ചെയ്യുന്നത്. ആ സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടിയുടെ 3-4 വേഷം നമുക്ക് അതിൽ കാണാം. പിന്നെ അശോകൻ്റെ ഒക്കെ അഭിനയം ഒന്നും പറയില്ല. അവസാനമൊക്കെ സ്പോയിലറായി പോകും. എന്നാലും ഞാൻ പറയാണ്, അവസാനമൊക്കെ നമുക്ക് അശോകൻ്റെ വേറൊരു രൂപം നമുക്ക് അതിൽ കാണാം. അപ്പം മോണോക്രോമ എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടാലേ നമുക്ക് ആ എഫക്റ്റ് കിട്ടുള്ളൂ. നമ്മൾ കളറിൽ കമ്പയർ ചെയ്യേ പാടില്ല. എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പഴയ കാലം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സൗണ്ടും വിഷ്വൽസ് എല്ലാം നല്ലതായിട്ടുണ്ട്. OTT കുഞ്ഞ് സ്ക്രീനിൽ നിന്ന് കണ്ട് നമ്മളിപ്പം ലാപ്ടോപ്പ് TV കണ്ടാലും ഈ തിയേറ്ററിൽ തന്നെ കാണാം. വലിയ സ്ക്രീൻ ആ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ വിഷ്വൽസേ നമുക്ക് അടുത്തറിയാൻ പറ്റുന്നുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ല അതിനകത്ത്. കൊള്ളായിരുന്നു, നല്ല പടം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊള്ളായിരുന്നു, ബോറൊന്നും ഇല്ലായിരുന്നു, നല്ല പടം. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. പെർഫോമൻസ് 3 പേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനൊരു പടം കാണൂല, അടിപൊളി പടം. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആ ഒരു ബോറടി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഫുള്ള് എൻജോയിങ് ആയിരുന്നു. മമ്മൂക്കയുടെ അഭിനയം സൂപ്പറാണ്, രക്ഷയില്ലാത്ത അഭിനയമാണ്. ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി അഭിനയമാണ്. കുഴപ്പമില്ല, നല്ല പടം. പടത്തെക്കുറിച്ച് ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, അതുപോലത്തെ ഒരു രംഗമാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പ്രായത്തിൽ എനിക്കിപ്പോൾ 34 വയസ്സായി. ആ പ്രായത്തിലൊന്നും എനിക്ക് കാണാൻ പറ്റിയിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇല്ല, കളറായത്. പക്ഷെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് നല്ല ഇതായിരുന്നു. കഥ എനിക്കിപ്പം പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സിനിമ ഇത് നല്ല പടമാണ്. എന്ന് വെച്ചാൽ ഇത് പറയാമെന്ന് വെച്ചാൽ എന്താ പറയുക, പറയാൻ ഒന്നുമില്ല. അഭിനയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അതൊക്കെ വലുതായിട്ട് ഇവളുടെ ഡ്രൈസിന്റെ മലയാളം വേർഷനായിട്ടാ തോന്നിയുള്ളൂ. ഇല്ല, ഇഷ്ടമില്ല. കൊള്ളില്ലായിരുന്നു, വലുതായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തവരൊന്നും ഉണ്ടായില്ല. നല്ല മേക്കിംഗ് ആണ്, പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടല്ല, പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നും തോന്നിയില്ല. കുഴപ്പമില്ല, വലിയ ആവറേജ് റിവ്യൂ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കുഴപ്പമില്ല, മമ്മൂട്ടിയുടെ പെർഫോമൻസ് നല്ല വെറൈറ്റി ഒരു സംഭവം, മലയാള സിനിമ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അല്ലാതെ അതിക്കുള്ളതായിട്ടൊന്നും തോന്നില്ല. സിനിമ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഈ സിനിമാറ്റോഗ്രാഫി എടുത്തേക്കുന്ന രീതിയൊക്കെ നല്ല ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. പറയുന്നില്ല, ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. കേട്ടിട്ട് മമ്മൂട്ടി മാത്രമല്ല എല്ലാവരും